ബ്രൗസറിൽ പോയിട്ട് ജെമിനിയിൽ സെർച്ച് ചെയ്ത് ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൽ പോകാം. ഒരിക്കലും വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോ ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും Veo 2 ആയിരിക്കും ഇവിടെ കിടക്കുക. ഈ ഒരു പെർഫെക്ഷനിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. Veo 3 വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ കാണുന്ന അടിപൊളി റിയലിസ്റ്റിക് ആയിട്ട് വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ ഈ Veo നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു VPN ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് നിങ്ങൾ ജസ്റ്റ് VPN US സെർവർ, അതായത് അമേരിക്കൻ സെർവർ കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ജെമിനിക്ക് വീണ്ടും വന്ന് ഒന്ന് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആയിട്ട് Veo 3 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏത് വീഡിയോ അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോ, മലയാളം വേണോ, ഹിന്ദി വേണോ, തമിഴ് വേണോ, അതുപോലെ ക്യാരക്ടറൊക്കെ എങ്ങനെ ഇരിക്കണം, ഇംഗ്ലീഷുകാരെ പോലെ ഇരിക്കണം. പരിപാടി ഞാൻ ചായ കുടിക്കുന്നു കണ്ടില്ലേ, കിട്ടിയിട്ടുണ്ട്. നമ്മളതിനെ ചൂടാൻ പോവാണ്. അപ്പൊ ഇന്ന് ഡൈനോ ചൂട്ടത്. ഹലോ ഗോയ്സ്, ഞാൻ ഇന്ന് വെക്കേഷനിലാണ്. ഇന്ന് ഇവിടെ ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുവാണ്. മുതലയുടെ വായിൽ തല വെക്കുക. അപ്പൊ കമോൺ ഗൈസ്. അയ്യോ, എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അപ്പോൾ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ജനറേറ്റ് ആയ കുറച്ച് ക്ലിപ്സും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതോടെ ഒന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇനി ഏതെങ്കിലും പ്രോംപ്റ്റ് എവിടെയെങ്കിലും മാറി എങ്ങാനും ടൈപ്പ് ചെയ്ത് എന്തൊക്കെ ആവും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലല്ലോ. പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട, എൻ്റെ ഒത്തിരി സമയം ഞാൻ ഇതുകൊണ്ട് ലാഭിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്നതിനെ വെറുതെ മണിക്കൂറുകളോളം എഡിറ്റിംഗ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് കളയുന്നത് ഒരാവശ്യവുമില്ല. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ പിന്നെ നമ്മളും അതിൻ്റെ പുറകെ പോകണമല്ലോ. അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ ഓരോരോ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സോ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, നിങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും. പിന്നെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നതാണെങ്കിലും പറയണം. പറഞ്ഞാലല്ലേ നമ്മൾ അറിയത്തുള്ളൂ. ഞാനും ഒത്തിരി കഷ്ടപ്പെട്ട് ഞാൻ കുറേ പേരുടെ അടുത്തൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കിട്ടി പിന്നെ ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എനിക്ക് ഈ സാധനം ഒന്ന് മനസ്സിലായത് കേട്ടോ. ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. കമൻസ് ആയിട്ട് എന്നാന്ന് വേണമെങ്കിലും പറയാം. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഇപ്പം നമ്മുടെ ഫാമിലി വലുതാവുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഒക്കെ ചെയ്യാനൊരു മൂടൊക്കെ ആയി തുടങ്ങിയത്. ഇനി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതും പറയാം, അതൊന്നും പ്രശ്നമില്ല. ഇപ്പം സജഷൻ കിട്ടുമ്പോൾ